ഹലോ നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഇന്ന് നാലാമത്തെ പാർട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, കേരള സിലബസിലെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഗാന്ധിയൻ സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫ്യൂച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ പഠിച്ചു. ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് ലൈക്ക് ഇറാനിയൻസ്, മുഗൾസ്, Greeks, Kushanas, Shakas, Hunas, Arabs, Turks, and Europeans came to India. ഇത്രയും ഇന്ത്യയിലേക്ക് വന്നു. They settled here and mingled here with the local population. അവരിവിടെ സെറ്റിലായി. അവരിവിടുത്തെ സാധാരണ ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. They brought their culture to India. അവരവരുടെ കൾച്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. India has shown the capacity of assimilation of ideas. ഇന്ത്യ അവരുടെ ആ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ആ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ആ പാർട്ടിൽ അതൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ് അടുത്തത്. ഇന്ത്യ കൾച്ചർ ഈസ് ആസ് ഓൾഡ് ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്, ഭാരതത്തിലെ കൾച്ചർ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരത്തിന്റെ അത്രയും പഴക്കമേറിയതാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ ഈസ് ആസ് ഓൾഡ് ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈവൻ ടുഡേ the pattern of the houses in an Indian village is not very different from that of the Harappan house. അന്നത്തെ കാലത്ത് സിന്ധു നദീതട സംസ്കാരത്തില് അവിടെ ജീവിച്ചിരുന്ന ഹാരപ്പൻ ആൻഡ് മോഹൻജോദാരോ എന്ന് പറയുന്ന സമൂഹം ഉണ്ടാക്കിയിരുന്ന ആ ബിൽഡിങ്സിലെ പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ് ഇപ്പോഴത്തെ കാലത്ത് വില്ലേജിൽ ഉണ്ടാക്കിയേക്കണ ഹൗസസിന്റെ പാറ്റേൺ വെച്ചിട്ടുണ്ട്. A culture perishes when it's failed to absorb changes. ഒരു കൾച്ചർ അവിടെ ഉണ്ടായി വരുന്നത് അവിടുത്തെ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ്. Several changes were brought about in India throughout and practiced by various movements. പല ചേഞ്ചസും ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി എപ്പോഴാണോ കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ടായി തുടങ്ങിയത്, കൂടുതൽ മാർച്ചസ്, കൂടുതൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പ പുതിയ several changes were brought in India. The culture has maintained an unbroken continuity from Vedic time to the present days. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്, ഭാരതത്തിലെ സംസ്കാരം എന്ന് പറയുന്നത് ഹാസ് മെയിൻറ്റൈൻഡ് ആൻ അൺബ്രോക്കൺ കണ്ടിന്യൂറ്റി. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പണ്ടത്തെ വേദിക് ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേദാസ് കണ്ടുപിടിച്ച കാലം മുതലുള്ള കൾച്ചർ ഇപ്പൊ വരെ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അതിന് തടസ്സങ്ങൾ വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സെയിം വേദിക് ടൈംസിലെ ആ കൾച്ചർ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ കൾച്ചറും എന്നാണ് വിശ്വസിക്കുന്നത്. Thus, a process of continuity and change has always been a feature of Indian culture. Continuity and change, തുടർന്നുകൊണ്ടിരിക്കുക, പിന്നെ ചേഞ്ചസ് അതിൽ വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഫീച്ചർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ കൾച്ചറിൽ ഒരു ഫീച്ചർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഷോസ് ദി ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് അവർ കൾച്ചർ. അത് നമ്മുടെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്കിനെ കാണും. നമ്മുടെ കൾച്ചറിന്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് അത് കാണിക്കുന്നത്. റിലീജിയസ് പ്ലൂറലിസം. ഇന്ത്യ ഹാസ് ബീൻ എ ക്രാഡിൽ ഓഫ് റിലീജിയൻ. ഇന്ത്യയിൽ കുറെ റിലീജിയൻസ് ഉണ്ട് എന്നതാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യ is a cradle of religions. India has a tradition of giving equal respect to all religions. ഇന്ത്യയിൽ സിഖ്സ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ജൂവിഷ് ഉണ്ട്, പാസീസ് ഉണ്ട്, കുറെ റിലീജിയൻസ് ഉണ്ട്. എന്നിട്ട് ഇന്ത്യ ഹാസ് എ ട്രഡീഷൻ. ഇന്ത്യക്ക് ഒരു സംസ്കാരമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ഒരു സംസ്കാരമുണ്ട്. ഓഫ് ഗിവിങ് ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ. എല്ലാ റിലീജിയനും എല്ലാ മതത്തിനും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുക എന്ന് പറയുന്ന ഇന്ത്യക്കാരുടെ ഒരു രീതിയാണ്. ഡ്യൂ ടു ദിസ് അതർ മേജർ വേൾഡ് റിലീജിയൻസ് ഫ്ലറിഷ്ഡ് ഇൻ ഇന്ത്യ. ഡ്യൂ ടു ദിസ്, ഇത് കാരണം അതർ മേജർ വേൾഡ് റിലീജിയൻസ്, ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വേൾഡ് റിലീജിയൻസ് ഫ്ലറിഷ്ഡ് ഇൻ ഇന്ത്യ ഇവിടെ വന്നു തുടങ്ങി. അതിഥി ദേവോ ഭവ ഈസ് എ ഫേമസ് മന്ത്ര ഓഫ് അവർ ലാൻഡ്. അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്
ഈസ് എ ഫേമസ് മന്ത്ര ഓഫ് അവർ ലാൻഡ്. ഫേമസ് മന്ത്രയാണ് നമ്മുടെ ഈ ഭാരതത്തിലെ ഒരു ഫേമസ് മന്ത്രയാണെന്ന് ആദിത്യ ദേവോ ഭവ എന്നതാണ് ഇതിൽ പറയുന്നത്. The secular characteristic of Indian culture is the mingling of people from diverse cultural groups. ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു സെക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഭാരതത്തിലെ ഒരു സെക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഈസ് ദ മിംഗ്ലിംഗ് ഓഫ് പീപ്പിൾ. പല ആൾക്കാരെ മിങ്കിൾ ചെയ്യുക, ഇടപഴകുക, ഫ്രം ഡൈവേഴ്സ് കൾച്ചറൽ ഗ്രൂപ്പ്സ്. പല ടൈപ്പ് റിലീജിയസ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, പല ടൈപ്പ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവിടുന്ന് എല്ലാവരും തമ്മിൽ മിങ്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സെക്കുലർ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ഇതിൽ പറയുന്നത്. ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്, ജൂവിഷ്, പാർസീസ്, ജെയിൻസ്, ബുദ്ധിസ്റ്റ് അതെല്ലാം ലീവ് ടുഗദർ ഇൻ ഇന്ത്യ. അവരെല്ലാവരും ഇന്ത്യയിൽ ഒന്നിച്ച് താമസിക്കുന്നവരാണ്. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, സിഖ്സ് ആയിക്കോട്ടെ, ജൂവിഷ് ആയിക്കോട്ടെ, പാർസീസ് ആയിക്കോട്ടെ, ജൂവിഷ് ആയിക്കോട്ടെ, പാർസീസ് ആയിക്കോട്ടെ, ജെയിൻസ് ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യനെ കാണുന്നത് എല്ലാവരും. During festives, people came together to share their thoughts and beliefs. ഫെസ്റ്റിവൽസ് വരുമ്പോഴത്തേക്കും പീപ്പിൾ കെയിം ടുഗദർ. പല റിലീജിയൻസിൽ നിന്നുള്ള പീപ്പിൾ തമ്മിൽ ഷെയർ ചെയ്യും, തമ്മിൽ ഇടപഴകും, തമ്മിൽ അവരവരുടെ എക്സ്പീരിയൻസ് പറയും, അവരുടെ തോട്ട്സ് പറയും, അവരുടെ ബിലീഫ്സ്, അവരുടെ വിശ്വാസങ്ങൾ പറയും അവർ തമ്മിൽ. ദർ ഇസ് നോ സ്റ്റേറ്റ് റിലീജിയൻ. ഒരു കേരള ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ആ എല്ലാ സ്റ്റേറ്റിനും ഒരു റിലീജിയൻ ഇല്ല. ആ സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ റിലീജിയൻ ഉണ്ട് എന്നതാണ്, ഓരോ റിലീജിയൻ ഇല്ല എന്നതാണ് പറയുന്നത്. ദർ ഇസ് നോ സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ആൻഡ് ദി സ്റ്റേറ്റ് ഗീവ്സ് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ അതർ റിലീജിയൻ. ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ റിലീജിയനും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. യൂണിവേഴ്സലിസം എന്ന് പറയുന്നതാണ് അടുത്ത നമ്മുടെ പാർട്ട്. ദി വാല്യൂസ് ഓഫ് വസുദേവ കുടുംബകം. വസുദേവ കുടുംബകം എന്ന് പറയുന്ന ആ മന്ത്ര ആൻഡ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ മന്ത്രം ആർ ദി കീ ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ. ഇന്ത്യൻ ട്രഡീഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആയിട്ടാണ് നമ്മൾ വസുദേവ കുടുംബകം അല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഇതിനെ നമ്മൾ കാണുന്നത്. Our scriptures advocate that Ishwar or the divine spirit is in all living beings. ഈശ്വരൻ അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിറ്റ് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് The values of Vasudeva Kutumbakam and Loka Samasta Sukhino Bhavantu are the key aspects of Indian tradition. Loka Samasta Sukhino Bhavantu എന്ന് പറയുന്ന മന്ത്രം, വസുദേവ കുടുംബകം എന്ന് പറയുന്ന മന്ത്രം are the key aspects of Indian tradition. ഇന്ത്യൻ ട്രഡീഷന്റെ കീ ആസ്പെക്ട്സ്, പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണെന്ന് ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലെങ്കിൽ വസുദേവ കുടുംബകം എന്ന് പറയുന്ന വാല്യൂസ് ആണ്, മെയിൻ വാല്യൂസ് ആണ്. Our scriptures advocate that Ishwar or the divine spirit is in all living beings. God അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ സ്പിരിറ്റ് ഇല്ലേ, അത്
ഈ പണ്ടത്തെ കാലത്ത് സ്ക്രിപ്റ്റ്സിൽ എഴുതി വെച്ചേക്കുന്ന അത് എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ക്രിപ്ചർ അഡ്വക്കേറ്റ് ദാറ്റ് നമ്മുടെ സ്ക്രിപ്ചേഴ്സ് അഡ്വക്കേറ്റ് ചെയ്യണത് ദാറ്റ് ഈശ്വർ ഓർ ഡിവൈൻ സ്പിരിറ്റ്, ഈശ്വരൻ അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിറ്റ് ഈസ് ഇൻ ഓൾ അവർ ലിവിങ് ബീങ്സ്. നമ്മുടെ എല്ലാ ലിവിങ് ബീങ്സിന്റെ അടുത്ത് ഈശ്വരൻ അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിറ്റ് ഉണ്ടാകുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യ ഹാസ് ആൻ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്. ലോകം നമ്മളെ ഒരു നല്ലൊരു കാഴ്ചപ്പാടിലാണ് നമ്മളെ കാണുന്നത്. യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ഇന്ത്യ ഹാസ് എ യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് ഇന്ത്യക്ക് ഉണ്ടെന്ന്. ഇറ്റ് ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് ദി മെസ്സേജ് ഓഫ് പീസ് ആൻഡ് ഹാർമണി ടു ദി എൻറ്റയർ വേൾഡ്. പീസായിട്ട് സമാധാനമായിട്ടും ഇരിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് ദി മെസ്സേജ്. അത് പ്രൊമോട്ട് ചെയ്യണത് എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ്. ഇന്ത്യ ഈസ് പോപ്പുലർലി നോൺ ടു ബി എ ലാൻഡ് ഓഫ് സ്പിരിച്വലിസം. ഭക്തിയുടെ ഒരു ലാൻഡായിട്ടാണ്, ഒരു നാടായിട്ടാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തിനെ നമ്മൾ കാണുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യ ഈസ് പോപ്പുലർലി നോൺ ടു ബി എ ലാൻഡ് ഓഫ് സ്പിരിച്വലിസം. However, Indian history from the ancient times show the development of material culture as well. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഇതിഹാസം ഫ്രം ഏഷ്യൻ ടൈംസ് പണ്ടത്തെ കാലം മുതലിന്റെ ഇന്ത്യയുടെ ഹിസ്റ്ററി ഷോസ് ദി ഡെവലപ്മെന്റ് കാണിക്കുന്നു ഓഫ് മെറ്റീരിയൽ കൾച്ചർ ആസ് വെൽ. മെറ്റീരിയൽ ആയിട്ടുള്ള കൾച്ചറിനെയും കൂടെ ഡെവലപ്മെന്റ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി കാണിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. However, Indian history from ancient times shows the development of material culture as well. Our ancient civilization were proud of its vast knowledge of mathematics and weight and measures. നമ്മുടെ പണ്ടത്തെ കാലത്തെ അന്ന് ജീവിച്ചിരുന്ന ആ സമൂഹം were proud of, അഭിമാനത്തോടെ കാണാറുണ്ടായിരുന്നു its vast knowledge of mathematics, കണക്കിന്റെ അറിവ് അല്ലെങ്കിൽ മെഷർമെന്റ്സ്, അതെല്ലാത്തിൻ്റെയും അറിവ് നമുക്ക് ലഭിച്ചത് എല്ലാം ഏഷ്യൻ സിവിലൈസേഷൻ പണ്ടത്തെ കാലത്ത് നമ്മുടെ സമൂഹം കാണാറുണ്ടായിരുന്നു, അഭിമാനത്തോടെ കാണാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Our ancient civilizations were proud of its vast knowledge of mathematics, weights and measures. Discoveries of many scientific theories were made by Indian long before. ഡിസ്കവറീസ്, കണ്ടുപിടുത്തങ്ങൾ നടത്തിയായിരുന്നു കുറെ സയന്റിഫിക് തിയറീസ്, ശാസ്ത്രീയമായിട്ടുള്ള കുറെ തിയറീസിന്റെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയായിരുന്നു. വെയർ മെയ്ഡ് ബൈ ഇന്ത്യൻസ് ലോങ് ബിഫോർ, പണ്ടത്തെ കാലത്ത് തന്നെ ഇന്ത്യൻസ് നടത്തിയായിരുന്നു. ബിഫോർ ദി മോഡേൺ സയൻസ് അക്നോളജ് ദം,
മോഡേൺ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നതിന് മുമ്പേ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള തിയറീസ് നമ്മൾ ഉണ്ടാക്കിയായിരുന്നു എന്ന് പറയുന്നത്. Discoveries of many scientific theories were made by Indians long before the modern science acknowledged them. Similarly, in the areas of astronomy area നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് അതർ സയൻസ് അല്ലെങ്കിൽ അതർ സയൻസ് അതറായിട്ടുള്ള വേറെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യസ് അച്ചീവ്മെന്റ്സ് ഇൻ ദി ഏഷ്യൻ സയൻസ് വെയർ സിഗ്നിഫിക്കൻറ്റ്. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു ഏഷ്യൻ ടൈംസിൽ ഇന്ത്യയുടെ ഓരോരോ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നു. സിമിലർലി ഇൻ ദി ഏരിയാസ് ഓഫ് ആസ്ട്രോണമിയുടെ ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് അതർ സയൻസ് അല്ലെങ്കിൽ അതറായിട്ടുള്ള അടുത്ത് വേറെ സയൻസ് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. അടുത്തത് പഠിക്കാം. ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന പാർട്ടാണ് അടുത്തത്. ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്. The Indians are noted for their benevolent and calm nature. സമാധാനത്തോടെ ഇരിക്കുന്ന നേച്ചർ ഉള്ളത് കാരണമാണ് ഇന്ത്യൻസ് ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരെ എല്ലാവരും നോക്കിയിരുന്നത്. വിത്തൗട്ട് എനി ഹറാസ്നെസ് ഇൻ ദെയർ പ്രിൻസിപ്പൽ ആൻഡ് ഐഡിയാസ്. അവര് വേറെ ആരെയും ഉപദ്രവിക്കാതെ അവർ സമാധാനത്തോടെ ജീവിക്കുന്നവരാണെന്നാണ് ഇന്ത്യൻസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻസ് ആർ നോട്ടഡ് ഫോർ their benevolent and calm nature without any harshness in their principle and ideas. മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ പ്രിൻസിപ്പൽ ഓർ അഹിംസ വർക്ക്ഡ് വണ്ടേഴ്സ്. ഓർ അഹിംസ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് വർക്ക്ഡ് വണ്ടേഴ്സ്. പല അത്ഭുതങ്ങളും സംഭവിച്ചായിരുന്നു ആ മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അഹിംസ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ആൻഡ് ഗേവ് ക്രെഡിറ്റ് ടു ഇന്ത്യ ഇൻ ഇന്റർനാഷണൽ ഫോറം. ഇന്റർനാഷണൽ വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ക്രെഡിറ്റ് കിട്ടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ മൂവ്മെന്റ് അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന ആ രണ്ടെണ്ണം. കാരണം ലോകം ഫുള്ള് ഇന്ത്യനെ നോക്കാറുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സത്യാഗ്രഹ പ്രിൻസിപ്പിൾ ഓർ അഹിംസ വർക്ക്ഡ് വണ്ടേഴ്സ് ആൻഡ് ഗീവ് ക്രെഡിറ്റ് ടു ഇന്ത്യ ഇൻ ഇന്റർനാഷണൽ ഫോറം. Closely connected social system. The Indian culture has a family bound tradition and custom. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഫാമിലി ബൗണ്ട് ട്രഡീഷൻ ആണ്. ഫാമിലി ബൗണ്ട് ട്രഡീഷൻ ആൻഡ് കസ്റ്റം. ഫാമിലി ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാമാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ആ കൾച്ചറിലൊരു വ്യത്യസ്തത ഉണ്ടാക്കുന്ന ബാക്കിയുള്ള രാജ്യത്തിലെ കൾച്ചറിനേക്കാളും. The Indian culture has a family bound tradition and custom. The families are closely connected with their grandparents, children and grandchildren. ഫാമിലീസ് കുടുംബം എന്ന് പറയുന്നത് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു. അവരവരുടെ മുത്തശ്ശൻ, അമ്മുമ്മ, അവരുടെ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിരുന്നു എന്നതാണ് പറയുന്നത്. ദി ഫാമിലീസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഗ്രാൻഡ് പാരൻസ്, പാരൻസ്, ചിൽഡ്രൻസ് ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻസ്. ദേ ഷെയർ ദി സെയിം സ്പിരിറ്റ്. അവര് ഒരേ വിശ്വാസം പിന്തുടരുന്നു. വാല്യൂസ്, വിശ്വാസങ്ങള്, ട്രഡീഷൻ ആൻഡ് പ്രോപ്പർട്ടി. അവരവരുടെ സ്ഥാനങ്ങൾ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പിന്തുടരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ഇന്ത്യസ് റിഗാർഡഡ് ദി ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യക്കാര് അവരുടെ ഫാമിലിനെ കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്. വിച്ച് കണ്ടിന്യൂസ് ഫോർ ദി റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്. അവരുടെ ബാക്കി ജീവിതത്തിനും അത് ബാധിക്കുന്നുണ്ട്. ഇന്ത്യ റിഗാർഡഡ് ദി ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കണ്ടിന്യൂസ് ഫോർ ദി റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്സ്. കൾച്ചറൽ ചരിഷ്മ എന്ന് പറയുന്നതാണ് അടുത്ത പാട്ട് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ ഈസ് എ പ്ലേസ് ഓഫ് ഇൻഫിനിറ്റ് വെറൈറ്റി ഓഫ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇൻഫിനിറ്റ് വെറൈറ്റി, പല ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഓഫ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ. കൾച്ചർ
ആയിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടായിക്കോട്ടെ, നമ്മൾ ജീവിക്കുന്ന രീതി ആയിക്കോട്ടെ, പല രീതികളുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന പ്ലേസിൽ. ദേ ആർ ദി മോസ്റ്റ് റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ആ പല കൾച്ചറും പല ട്രഡീഷനും ഉള്ളത് കാരണം അതൊരു ഒരു റിമാർക്കബിൾ ഫീച്ചർ ആണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഒരു റിമാർക്കബിൾ ഫീച്ചർ ആണെന്നാണ് പറയുന്നത്. ദേ ആർ ദി മോസ്റ്റ് റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഓർ ഇന്ത്യ എന്നതാണ് ഇതിൽ പറയുന്നത്. Indian classical music and dance are mentioned in the ancient religious texts and are treasured by its people till. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന ക്ലാസിക്കൽ മ്യൂസിക് അതിൽ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, നൃത്തങ്ങളായിക്കോട്ടെ, ആർ മെൻഷൻഡ് ഇൻ ദി ഏഷ്യൻ റിലീജിയസ് ടെക്സ്റ്റ്. പണ്ടത്തെ കാലത്തെ റിലീജിയസ് വിശ്വാസത്തോടെ ഉണ്ടായിരുന്ന വിശ്വാസം അല്ലെങ്കിൽ ജാതിപരമായിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ്സിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല, അതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ആൾക്കാർ അതിനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അതിനെ പിന്തുടരുന്നുമുണ്ട്, ആ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ ഡാൻസിനെയും ഒക്കെ. Indian classical music and dance are mentioned in the ancient religious text and are treasured by its people till now. There are innumerable religions and historical movements in India. പല ടൈപ്പ് റിലീജിയസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്സ് ഇവിടെ ഉണ്ടെന്ന്, മോണ്യുമെന്റ്സ് ഉണ്ടെന്ന്. ദാറ്റ് റിഫ്ലക്ട് ദി സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് സെവറൽ റൂളേഴ്സ്. അത് നമുക്ക് കാണിച്ചു തരുന്നു പല റൂളേഴ്സ് ഇവിടെ ഭരിച്ചിരുന്ന പല റൂളേഴ്സിന്റെ കഥകള് ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മോണ്യുമെന്റ്സ് നമുക്ക് കാണിച്ചു തരുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. There are innumerable religious and historical monuments in India that reflect the strong influence of several rulers that ruled for ages in this Indian country. അടുത്തത് ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത് Phases of Indian culture. Indian history can be divided into ancient, medieval and modern periods. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇതിഹാസം എന്ന് പറയുന്നത് ക്യാൻ ബി ഡിവൈഡഡ്, അതിനെ സെപ്പറേറ്റ് ആക്കാം. പണ്ടത്തെ കാലം, ഏൻഷ്യന്റ്, മെഡിവൽ, അത് പഴയ കാലം കഴിഞ്ഞിട്ടുണ്ടായ ഒരു കാലം, മെഡിവൽ ആൻഡ് മോഡേൺ പീരിയഡ്സ്, ഇപ്പോഴത്തെ കാലം, മോഡേൺ പീരിയഡ്. ദി ഏൻഷ്യന്റ് പീരിയഡ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഹ്യൂമൻ ലൈഫ് ഓൺ എർത്ത്. ഏൻഷ്യന്റ് പീരിയഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ എപ്പോഴാണ് ഇവിടെ താമസിച്ചു തുടങ്ങിയത്, ഈ എർത്തിൽ കണ്ടുപിടിച്ചു തുടങ്ങിയത്, അപ്പം മുതലാണ് ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുന്ന പീരീഡ് സ്റ്റാർട്ടായി തുടങ്ങിയത്. ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിങ് ദി ഏൻഷ്യൻ പീരീഡ് അടുത്ത പാർട്ടാണ് ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിങ്. അതിന്റെ സബ് പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിന്റെ സബ് പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിങ് ദി ഏൻഷ്യൻ പീരീഡ്. പണ്ടത്തെ കാലത്ത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ ഹാസ് എ കണ്ടിന്യൂസ് ഹിസ്റ്ററി ഓഫ് കവറിങ് എ വെരി ലോങ് പീരീഡ്. ഇന്ത്യക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, കുറെ നാള് നീണ്ടു നിൽക്കുന്ന ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ഇൻഡസ് അറൌണ്ട് 2700 BC. 2700 BCയിൽ സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന സമൂഹം എന്ന് പറയുന്ന ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറയുന്ന സമൂഹം 2700 BCക്കാണ് താമസിച്ചു തുടങ്ങിയത്. ബാങ്ക്സ് ഓഫ് ദി റിവർ ഇൻഡസ്, സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചു തുടങ്ങിയത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഹാരപ്പ ആൻഡ് ദി മോഹൻജദാരോ ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ഇൻഡസ് അറൌണ്ട് 2700 BC. It brings the earlier characteristics of Indian civilization. അത് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഏർലിയർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യയിൽ എങ്ങനെ താമസിച്ചിരുന്ന എന്നില്ലതിന്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാ താമസിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നു. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി
അപ്പൊ പറയാം, it brings the earlier characteristic of Indian civilization. The culture associated with the Harappan civilization is the first urban culture in India. ഹാരപ്പൻ civilization എന്ന് പറയുന്ന ഹാരപ്പൻ സമൂഹം, ദി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്ന് ജീവിച്ചിരുന്ന സമൂഹം എന്ന് പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ, അന്ന് ജീവിച്ചിരുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ ദി ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ. അർബൻ ആയിട്ടുള്ള ഫസ്റ്റ് സിവിലൈസേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ജീവിച്ചിരുന്ന സമൂഹം എന്ന് പറയുന്നത് അർബൻ കൾച്ചർ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദി ഹാരപ്പൻ ബിൽഡ് ദി ഏർലിയർ സിറ്റീസ്. പണ്ടത്തെ ഹാരപ്പൻ എന്ന് പറയുന്ന സമൂഹം, ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറയുന്ന സമൂഹം ബിൽഡ് ദി ഏർലിയർ സിറ്റീസ്. ഏർലിയർ സിറ്റീസ് പണിത് തുടങ്ങിയത് വിത്ത് കംപ്ലീറ്റ് ടൗൺ പ്ലാനിങ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ടൗൺ പ്ലാനിങ് കൊണ്ടാണ് earlier cities complete with town planning, including sanitization, drainage system, broad well-laid roads, etc. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു സമൂഹം ഉണ്ടായിരുന്നു, ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറയുന്ന സമൂഹം ഉണ്ടായിരുന്നു. ബിൽഡ് ദി ഏർലിയർ സിറ്റീസ്. പണ്ടത്തെ കാലത്ത് സിറ്റീസ് ഉണ്ടാക്കിയിരുന്നത്, പണിതിരുന്നത് കംപ്ലീറ്റ് വിത്ത് ടൗൺ പ്ലാനിങ്. ടൗൺ പ്ലാനിങ് കൊണ്ടാണ്, ഇൻക്ലൂഡിങ് സാനിറ്റൈസേഷൻ, ഡ്രൈനേജ് സിസ്റ്റം ആൻഡ് ബ്രോഡ് വെൽ ലേഡ് റോഡ്സ്. ദി ഹാരപ്പൻ civilization built the earliest cities complete with town planning, including sanitization, drainage system, broad well laid roads, etc. ദേ ബിൽഡ് ഡബിൾ സ്റ്റോറിഡ് ബിൽഡിംഗ്. ഇപ്പോഴത്തെ കാലത്ത് ഡബിൾ സ്റ്റോറിഡ് ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ അന്നത്തെ കാലത്തും ഡബിൾ സ്റ്റോറിഡ് ബിൽഡിംഗ് ആ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സിവിലൈസേഷൻ പണിതിരുന്നു. ഓഫ് ബേൺഡ് ബ്രിക്സ്. കത്തിച്ച ബ്രിക്സ് വെച്ചിട്ടാണ് ആ ഡബിൾ സ്റ്റോറിഡ് ബിൽഡിംഗ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. വിച്ച് ഈസ് വൺ ഓഫ് ദി വിച്ച് ഹാഡ് എ ബാത്റൂം, എ കിച്ചൺ ആൻഡ് എ വെൽ. അതിനൊരു ബാത്റൂം ഉണ്ടായിരുന്നു, ഒരു കിച്ചൺ ഉണ്ടായിരുന്നു, ഒരു ഒരു വെൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ദേ ബിൽഡ് ഡബിൾ സ്റ്റോറീഡ് ഹൗസസ് ഓഫ് ബേൺഡ് ബ്രിക്സ്, ഈച്ച് വൺ ഓഫ് വിച്ച് ഹാഡ് എ ബാത്റൂം, എ കിച്ചൺ ആൻഡ് എ വെൽ ആസ് വെൽ. ഹാരപ്പൻ ന്യൂ ഹൗ ടു റൈറ്റ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിന് എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതേണ്ടതെന്ന് അറിയാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദെയർ സീൽസ് കണ്ടെയ്ൻ സം ഫോം ഓഫ് സ്ക്രിപ്റ്റ്സ്. കുറെ സ്ക്രിപ്റ്റ്സ് നമുക്ക് അവരുടെ എഴുതിയത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരപ്പൻ സിവിലൈസേഷൻ ന്യൂ ഹൗ ടു റൈറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദെയർ സീൽസ് കണ്ടെയ്ൻ സം ഫോം ഓഫ് സ്ക്രിപ്റ്റ്. ദേ വെർ പെർഹാപ്സ് ദി ഫസ്റ്റ് പീപ്പിൾ ടു കൾട്ടിവേറ്റ് കോട്ടൺ. അവരായിരുന്നു ആദ്യത്തെ സമൂഹം. കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യണ ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാർ എന്ന് പറയുന്നതായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ സമൂഹം. ഹാരപ്പൻ സിവിലൈസേഷൻ were the first people to cultivate cotton. By 1800 BC, 1800 BC, the Harappan civilization began to decline.
അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടായിരുന്നു. ദേ were the first people to cultivate cotton. അവരായിരുന്നു ആദ്യത്തെ ആൾക്കാർ. കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ എന്ന് പറയുന്ന സമൂഹം ആയിരുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ദേ were the first people to cultivate cotton by 1800 BC. 1800 BCക്ക് the Harappan civilization began to ഡിക്ലൈൻ. ഹാരപ്പൻ ആൻഡ് മോഹൻജദാരോ സിവിലൈസേഷൻ കുറഞ്ഞു തുടങ്ങി 1800 BC ആയപ്പോഴത്തേക്കും. അടുത്ത നമ്മൾ പാട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് വേദിക് കൾച്ചർ എന്ന് പറയുന്ന പാർട്ടാണ്. വിച്ച് ആർ ദി ഫോർ വേദാസ്? ഏതൊക്കെയാണ് 4 വേദാസ് എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സമൂഹം ഡിക്ലൈൻ ആയതിനു ശേഷം, കുറഞ്ഞു തുടങ്ങിയതിനു ശേഷം, എ ന്യൂ കൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഇന്ത്യ. പുതിയൊരു സമൂഹം അവിടെ ഉണ്ടായി തുടങ്ങി. പുതിയൊരു നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അവിടെ ഉണ്ടായി തുടങ്ങി. നമ്മൾ ജീവിക്കുന്ന രീതി അവിടെ ഉണ്ടാക്കി തുടങ്ങി. ഇറ്റ് ഗ്രാജുവലി സ്പ്രെഡ് അക്രോസ് ദി ഗംഗ യമുന പ്ലെയിൻസ്. ഗംഗ യമുന പ്ലെയിൻസിന്റെ അടുത്ത് ഒക്കെ ഗ്രാജുവലി സ്പ്രെഡ് ആകാൻ തുടങ്ങി. ആൻഡ് came to be known as ആര്യൻ കൾച്ചർ. അതിനെ ആര്യൻ കൾച്ചർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ തുടങ്ങി. It gradually spread across the Ganga Yamuna plains and came to be known as Aryan culture. The Aryans settled on the bank of river Indus and Saraswati. സിന്ധു നദിയുടെയും സരസ്വതി നദിയുടെയും തീരത്താണ് ആര്യൻസ് എന്ന് പറയുന്ന ആ ഒരു സമൂഹം താമസിച്ചിരുന്നെന്നാണ് പറയുന്നത്. ആര്യൻസ് settled on the bank of river Indus and Saraswati. They adopted agriculture and settled there. അവര് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു സെക്ടർ അഡോപ്റ്റ് ചെയ്ത് ആൻഡ് സെറ്റിൽഡ് there, എന്നിട്ട് അവിടെ താമസിച്ചു തുടങ്ങി. ദേ കമ്പോസ് മെനി റിലീജിയസ് പോയംസ്. അവര് പല റിലീജിയസ് ആയിട്ടുള്ള പോയംസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇൻ ദർ ഹോണർസ് ഓഫ് ദെയർ ഗോഡസ്. അവരുടെ ഗോഡസിന് വേണ്ടിയിട്ടുള്ള ഗോഡ്സ് ആൻഡ് ഗോഡസ്, അവരുടെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ റിലീജിയസ് പോയംസ് അവർ എഴുതി തുടങ്ങി. അവരുടെ മതപരമായിട്ടുള്ള ഗോഡ്സിന് വേണ്ടിയിട്ടുള്ള റിലീജിയസ് പോയംസ് അവരുണ്ടാക്കി തുടങ്ങി. ദേ കമ്പോസ്ഡ് മെനി റിലീജിയസ് പോയംസ് ഇൻ ദി ഹോണർ ഓഫ് ദെയർ ഗോഡ് ആൻഡ് ഗോഡസസ്. These were compiled into 4 Vedas. അതിന് 4 വേദാസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഋഗ് വേദ, ആദ്യത്തെ വേദയാണ് ഋഗ് വേദ. അടുത്തത് സാമവേദ. രണ്ടാമത്തെ വേദയാണ് സാമവേദ. മൂന്നാമത്തത് യജുർവേദ. അപ്പൊ മൂന്നാമത്തെ എന്ന് പറയുന്നത് യജുർവേദയാണ്. ദി അഥർവ വേദ എന്ന് പറയുന്നതാണ് 4ാമത്തെ വേദ എന്ന് പറയുന്നത്. അപ്പൊ 4 ഉള്ളത് ഋഗ് വേദ, സാമവേദ, യജുർവേദ, അഥർവ വേദ എന്ന് പറയുന്ന 4 വേദാസ് ആണ് ഇല്ലെന്നാണ് ഇതിൽ പറയുന്നത്. ദീസ് വെയർ കമ്പൈൽഡ് ഇൻടു 4 വേദാസ്, ദ ഋഗ് വേദ, ദി സാമവേദ, ദി യജുർവേദ ആൻഡ് ദി അഥർവ വേദ. ആ റിലീജിയസ് ആയിട്ടുള്ള പോയംസിനെയാണ് നമ്മൾ വേദാസ് എന്ന് പറയുന്നത്. ആര്യൻസ് എഴുതിയിരുന്ന ആ റിലീജിയസ് ആയിട്ടുള്ള പോയംസിനെയാണ് നമ്മള് വേദാസ് എന്ന് പറയുന്നത്. ആ വേദാസ് 4 ഉണ്ട്. ഋഗ് വേദ, സാമവേദ, യജുർവേദ, അഥർവ വേദ എന്ന് പറയുന്ന 4 വേദാസ് ഉണ്ട്. ദി വേദ മീൻസ് സാക്രഡ് സ്പിരിച്വൽ നോളജ്. റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ നോളജ്, ഭക്തിയുടെ അറിവ് എന്ന് പറയുന്നതാണ് വേദ എന്ന് പറയുന്ന മീനിങ്. ആ വേദ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്പിരിച്വൽ നോളജ് എന്നതാണ്. ദി വേദ മീൻസ് സാക്രഡ് സ്പിരിച്വൽ നോളജ്. എമംഗ് ദി 4 വേദാസ്, ആ 4 വേദാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋഗ് വേദ ഇസ് ദി കളക്ഷൻ ഓഫ് 1028 റിലീജിയസ് പോയംസ്. 1028 റിലീജിയസ് പോയംസിന്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് ഋഗ്വേദ എന്ന് പറയുന്ന വേദത്തിന് നമ്മൾ കാണുന്നത്. ഋഗ്വേദ എന്ന് പറയുന്ന വേദം ഏറ്റവും ഓൾഡസ്റ്റ് വേദയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഋഗ്വേദ ഇസ് ദി ഓൾഡസ്റ്റ് വേദ ഓഫ് ദീസ് 4 among these 4 for using sacrifices of Aryans. 1028 റിലീജിയസ് പോയംസ് അവര് ഋഗ്വേദയില് കളക്റ്റഡ് ആയിരുന്നു. which was used for the sacrifices of the Aryans. ആര്യൻസ് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിന്റെ സാക്രിഫൈസസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ് 1228 റിലീജിയസ് പോയംസ് ആയിട്ടുള്ള ഋഗ്വേദ എന്ന് പറയുന്ന വേദ. ദി സാമവേദ, അടുത്ത രണ്ടാമത്തെ വേദ സാമവേദ. ദി സാമവേദ ഈസ് ദി കളക്ഷൻ ഓഫ് സർട്ടൻ വേഴ്സസ് ഓഫ് ഋഗ്വേദ. സാമവേദ എന്ന് പറയുന്നത്
ഋഗ് വേദ എന്ന് പറഞ്ഞ വേദത്തിന്റെ കുറച്ച് കുറച്ച് പാർട്സ് എടുത്തിട്ട് അത് കളക്ട് ചെയ്ത് വെച്ചേക്കാണ് സാമവേദ എന്ന് പറയുന്നത്. ദി സാമവേദ ഇസ് ദി കളക്ഷൻ ഓഫ് സർട്ടൻ വേഴ്സസ് ഫ്രം ഋഗ് വേദ അറേഞ്ച്ഡ് ഫോർ കോസ്റ്റമറി പബ്ലിക് വർഷിപ്പ്. കോസ്റ്റമറി പബ്ലിക് വർഷിപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സാമവേദ എന്ന് പറയുന്ന വേദം. ദി സാമവേദ ഈസ് ദി കളക്ഷൻ ഓഫ് സർട്ടൻ വേഴ്സസ് ഫ്രം ഋഗ് വേദ അറേഞ്ച്ഡ് ഫോർ കസ്റ്റമറി പബ്ലിക് വർഷിപ്പ്. ദി യജുർവേദ, യജുർവേദ എന്ന് പറയുന്ന വേദം കൺസിസ്റ്റ് ഓഫ്, അപ്പം മൂന്നാമത്തെ വേദം യജുർവേദ. യജുർവേദ കൺസിസ്റ്റ് ഓഫ് സാക്രിഫൈസസ് ഫോർമുല. സാക്രിഫൈസസ് ഫോർമുല കണ്ടെയ്ൻ ചെയ്യുന്നതാണ് യജുർവേദ എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്മുടെ വേദം. ഇൻ പ്രോസസ് ആൻഡ് വേർസ് ടു ബി ചാന്റഡ് ബൈ പ്രീസ്റ്റ് ഹു പെർഫോംഡ് ദി സാക്രിഫൈസസ്. എന്നിട്ട് അതും റിലീജിയസ് പോയംസ് തന്നെയാ. ടു ബി ചാന്റഡ് ബൈ പ്രീസ്റ്റ്, അത് ചാന്റ് ചെയ്യുന്നത്, അത് അത് പറയുന്നത് പ്രീസ്റ്റ് ആണ്, റിലീജിയസ് പ്രീസ്റ്റ് ആണ്, ഹു പെർഫോംഡ് സാക്രിഫൈസ്. ആ സാക്രിഫൈസ് പെർഫോം ചെയ്യുന്ന പ്രീസ്റ്റ് പറയുന്നതാണ് യജുർവേദ എന്ന് പറയുന്ന വേദ. ദി യജുർവേദ contains sacrificial formulae in prose and verse to be chanted by the priest who performed the sacrifice. ദി അഥർവ വേദ, അപ്പൊ നമ്മുടെ നാലാമത്തെ വേദയാണ് ദി അഥർവ വേദ. ദി അഥർവ വേദ കൺസിസ്റ്റ് ഓഫ് മാജിക്കൽ സ്പെൽ. അത്ഭുതകരമായിട്ടുള്ള സ്പെൽസ് ഉള്ളതാണ് അഥർവ വേദ എന്ന് പറയുന്ന വേദ. അപ്പൊ 4 വേദയുണ്ട്. ഋഗ്വേദ എന്ന് പറയുന്ന 1028 റിലീജിയസ് പോയംസ് ഉള്ള ഒരു വേദയാണ് ഋഗ്വേദ. അതും ആര്യൻസിന്റെ സാക്രിഫൈസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നതാണ്. ദി സമവേദ എന്ന് പറയുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഋഗ്വേദ എന്നുള്ളത്. ഋഗ്വേദ അറേഞ്ച്ഡ് ഫോർ കോസ്റ്റമറി പബ്ലിക് വർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് സാമവേദ എന്ന് പറയുന്നത്. യജുർവേദ എന്ന് പറയുന്ന സാക്രിഫൈസസ് ഫോർമുല കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഇൻ ദി പ്രോസ് ആൻഡ് വേർസ് ടു ബി ചാന്റഡ് ബൈ പ്രീസ്റ്റ്. ആ പ്രീസ്റ്റ് ചാന്റ് ചെയ്യും. അവര് സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് ആ പ്രീസ്റ്റ് ചാന്റ് ചെയ്യണ ആ യജുർവേദ എന്ന് പറയുന്ന വേദയാണ്. അഥർവ വേദ എന്ന് പറയുന്നത് മാജിക്കൽ സ്പെൽസ്, അത്ഭുതകരമായിട്ടുള്ള സ്പെൽസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അഥർവ വേദ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് 4 വേദ എന്ന് പറയുന്ന വേദയാണ് ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവ വേദ. These Vedas were considered incapable of making mistake. മിസ്റ്റേക്ക് ഉണ്ടാക്കില്ല എന്നാണ് വിശ്വാസം ഈ വേദാസ്. ഈ 4 വേദാസ് എന്ന് പറയുന്നത് considered incapable of making mistakes as they give highest spiritual knowledge. But highest ഭക്തിയോടുള്ള ആ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നത് ആ വേദാസിൽ നിന്ന് കൂടെയാണെന്നാണ് പറയുന്നത്. These Vedas were considered incapable of making mistakes as they gave the highest spiritual knowledge. Since our knowledge of early Aryans is based on this culture. ആര്യൻസ് ഇത് കമ്പോസ് ചെയ്തതാണല്ലോ ഈ 4 വേദാസ്. അപ്പൊ സിൻസ് ദി അവർ നോളജ്, നമ്മുടെ അറിവ്, ആര്യൻസിന്റെ ഉണ്ടാക്കിയ വേദാസിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് then this period is called as Vedic period. ആര്യൻസ് ഉണ്ടാക്കിയ വേദാസ് ഉണ്ടാക്കിയ ആ സമയത്തിന് നമ്മൾ പറയുന്ന വേദിക് കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ പറയുന്ന വേദിക് കൾച്ചർ എന്ന്. ആ ആര്യൻസ് വേദിക് വേദാസ് ഉണ്ടാക്കിയ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ വേദിക് കൾച്ചർ എന്ന് പറയുന്നത്. സ്കോളേഴ്സ് ഡിവൈഡ് ദി വേദിക് പീരിയഡ് ഇൻടു earlier and later Vedic period. സ്കോളേഴ്സ് എന്ന് പറയുന്ന ആ സ്കോളേഴ്സ് ഇതിനെ വേദിക് പീരീഡിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഏർലിയർ വേദിക് പീരീഡ്, പണ്ടത്തെ കാലത്ത് വേദിക് പീരീഡും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന കാലഘട്ടത്തിലെ വേദിക് പീരീഡും എന്ന് പറഞ്ഞ് 2 എണ്ണം ഇത് തന്നെ ഉണ്ട്. സ്കോളേഴ്സ് ഡിവൈഡ് ദി വേദിക് പീരീഡ് ഇൻടു earlier and later Vedic periods. The earlier periods are represented by ഋഗ്വേദ. ഞാൻ പറഞ്ഞില്ലേ, ഋഗ്വേദ എന്ന് പറയുന്നതാണ് ഏറ്റവും പഴകമേറിയ വേദ എന്ന് പറയും. The earlier periods are represented by ഋഗ്വേദ. പണ്ടത്തെ കാലത്ത് കാലഘട്ടം എന്ന് പറയുന്ന ഋഗ്വേദ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ പറയുന്നത് earlier Vedic period എന്ന്. The earlier periods are represented by Rigveda. The later, all other Vedic literature, including the Brahmans, Upanishads, and Aryanakas.